ഏവർക്കും നമസ്കാരം. കലോത്സവത്തിന്റെ റിപ്പോർട്ട് ഇത് ഞാൻ വായിക്കാൻ പോവാണ്. കേരളത്തിന്റെ സാംസ്കാരിക കേന്ദ്രമായ പൂരത്തിന് കേൾവി കേട്ട തൃശ്ശൂരിൽ അവസാനമായി കലോത്സവം സംഘടിപ്പിച്ചത് 2018-ലാണ്. 8 വർഷം മുൻപ് കലോത്സവത്തെ ആവേശത്തോടെ സ്വീകരിച്ച തൃശ്ശൂരിലെ ജനങ്ങൾ അതിനേക്കാൾ ആവേശത്തോടെയാണ് 64ാമത്തെ ഈ കലോത്സവത്തെ സ്വീകരിച്ചത്. 15,000-ഓളം കുട്ടികൾ ഈ കലോത്സവത്തിൽ പങ്കെടുത്തു. 25 വേദികളായി 250-ഓളം ഇനങ്ങൾ വളരെ കൃത്യതയോടെ സംഘടിപ്പിക്കാൻ സാധിച്ചു. നമ്മുടെ കുട്ടികൾ വലിയ ആവേശത്തോടെയാണ് ഈ കലാമേളയെ ചേർത്ത് പിടിച്ചിട്ടുള്ളത്. ഉത്തരവാദിത്വമുള്ള കലോത്സവത്തിന്റെ ഭാഗമായിട്ട് കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി കാസർഗോഡ് ജില്ലയിൽ നിന്നും ഹൈസ്കൂൾ വിഭാഗം അറബിക് പോസ്റ്റർ മത്സരത്തിൽ പങ്കെടുക്കേണ്ട സിയ ഫാത്തിമ എന്ന കുട്ടിക്ക് വാസ്കുലൈറ്റിസ് എന്ന ഗുരുതര രോഗം മൂലം കലോത്സവത്തിന് നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്ത വരികയും ഈ കുട്ടിക്ക് മാനസിക പരിഗണന നൽകി ഓൺലൈനിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകുകയും ഉണ്ടായി. ഈ കുട്ടിക്ക് എ ഗ്രേഡ് ലഭിച്ച എന്ന സന്തോഷം കൂടി ഞാൻ പങ്കുവയ്ക്കുന്നു. ഈ കഴിഞ്ഞ കേരള സ്കൂൾ ഒളിമ്പിക്സ് മികവ് തെളിയിച്ച് സാമ്പത്തികമായി പിന്നോക്ക് നിൽക്കുന്ന 50 കുട്ടികൾക്ക് വീട് വെച്ച് നൽകുക എന്ന ദൗത്യം പൊതുവിദ്യാഭ്യാസം വകുപ്പ് ഏറ്റെടുത്തിരുന്നു. അതേപോലെ ഈ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സച്ചുവിനെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വീട് വെച്ച് നൽകണം എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 64ാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശ്ശൂരിൽ സംഘടിപ്പിക്കുന്നതിനായി സംഘാടക സമിതി രൂപീകരിച്ച ശേഷം ചിട്ടയായ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. കലോത്സവത്തിന്റെ മുഖ്യ രക്ഷാധികാരിയും ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി സർ അവരുടെ നേതൃത്വത്തിൽ മികച്ചൊരു കലോത്സവം സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. അതോടൊപ്പം സ്വാഗത സംഘം ചെയർമാൻ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവർ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ബിന്ദു അവർ എന്നിവരുടെ നിർലോഭമായ പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും പ്രത്യേകം ഓർക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന കലോത്സവം തൃശ്ശൂരിന്റെ സ്വന്തം കലോത്സവമാക്കി മാറ്റാൻ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ചാമ്പ്യന്മാർക്ക് സ്വർണ്ണ കപ്പ് ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളാണ് വിതരണം ചെയ്യുന്നത്. ഉത്തരവാദിത്വത്തോടെ സ്നേഹത്തോടെ എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഈ കലോത്സവം സംഘടിപ്പിച്ചത്. സഹജീവികളോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെ ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയും എന്ന് കുട്ടികൾക്ക് ബോധവാന്മാരാക്കുവാൻ ഈ കലോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട്. ഹരിതചട്ടം പാലിച്ചാണ് വേദികൾ ഒരുക്കുകയും ചടങ്ങുകൾ സംഘടിപ്പിക്കുകയും ഉണ്ടായിരുന്നു. 18 കമ്മിറ്റി കൺവീനർമാരുടെ ചിട്ടയായ പ്രവർത്തനം കലോത്സവത്തിന്റെ വിജയത്തിന് ആകം കൂടി. 5 ദിനരാത്രങ്ങളിൽ നടന്ന കലോത്സവം എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുന്നതിന് മാധ്യമങ്ങളുടെ പങ്ക് വലുതായിരുന്നു. ഭാവിയിലുള്ള പല പ്രതിഭകളെയും അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഈ കലോത്സവം സമാപിക്കുന്നത്. നന്ദി, നമസ്കാരം. നാം വല്ലാത്ത ആവേശത്തിനും അഭിമാനത്തിനുമാണ് 64ാമത് സ്കൂൾ യുവജനോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ ഒത്തുചേരുന്നത്. ഏതാനും സമയം കൂടി കഴിഞ്ഞാൽ 14-ാം തീയതി രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ച 64ാമത് സ്കൂൾ യുവജനോത്സവം 5 പകലും 4 രാത്രിയും ആത്മാഭിമാനത്തോടെ 25 വേദികളിൽ 249 ഇനങ്ങളിലായി നടന്ന വലിയ ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിന് ഔപചാരികമായി സമാപനം കുറിക്കുകയാണ്. തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ ഈ കലോത്സവം അങ്ങ് അടിച്ചു പൊളിച്ചു എന്ന അഭിമാനത്തോടെ പറയാൻ പറ്റിയ ഒരു സായാഹ്നം. ലാലേട്ടൻ ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ലാലേട്ടനോട് ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ വന്ന് ലാലേട്ടനെ സ്വീകരിക്കുമ്പോ ശിവൻകുട്ടി മന്ത്രി പറഞ്ഞത് ശരിയാണോ എന്നാണ് സത്യത്തിൽ ഞാൻ ആലോചിച്ചത്. ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോ ശിവൻകുട്ടി മന്ത്രിയോട് പത്രക്കാർ ചോദിച്ചു, ലാലേട്ടന് ഇന്ന് ഏത് വേഷം ധരിച്ചു വരും? പലരും പലതും പ്രതീക്ഷിച്ചും പല വേഷത്തിലും വന്നിട്ടുണ്ട്. ശിവൻകുട്ടി മന്ത്രി പറഞ്ഞു, അദ്ദേഹം ഏത് വസ്ത്രം ധരിച്ചാലും അത് കൈത്തറിയായിരിക്കും. അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. അപ്പോഴാണ് ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യന്റെ നന്മയെ കുറിച്ച് ഒരു കലോത്സവത്തിന് നൽകുന്ന ഉത്തരവാദിത്ത കലോത്സവത്തിന്റെ സന്ദേശം കൂടിയാവുക. ആത്മാഭിമാനത്തോടെ 64ാമത് സ്കൂൾ യുവജനോത്സവത്തിന്റെ തിരശ്ശീല ഉയരുമ്പോൾ എല്ലാവരാലും
ഒരു പരാതിയുമില്ലാതെ നടക്കപ്പെട്ട ഒരു സമ്മേളനം, ഒരു കലാപൂരം എന്ന നിലയിൽ ഇതിൽ പങ്കെടുത്ത് സഹായിച്ച എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനാണ്. സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. 64ാമത് കേരള സ്കൂൾ കലോത്സവ സമാപനത്തിന്റെ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിനായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ മന്ത്രി ശ്രീ രാജൻ, പ്രിയപ്പെട്ട മന്ത്രിമാർ, വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, ശ്രീമതി ആർ ബിന്ദു, ശ്രീ എ കെ ശശീന്ദ്രൻ, നമുക്കെല്ലാം പ്രിയപ്പെട്ട ശ്രീ ലാലേട്ടൻ, നമ്മുടെ MLA മാർ, ഉദ്യോഗസ്ഥ പ്രമുഖർ, ബഹുമാനിയായ മേയർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ സുഹൃത്തുക്കളെ, യുവജനോത്സവത്തിന്റെ ഡേറ്റ് നിശ്ചയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നെ ഫോണിൽ വിളിച്ച് ഡേറ്റ് കുറിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എവിടെയാണ് ഇപ്രാവശ്യത്തെ യുവജനോത്സവം? അദ്ദേഹം പറഞ്ഞു തൃശ്ശൂരിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നും നോക്കണ്ട, നാട്ടുകാരെ ഏറ്റെടുത്തോളുന്നു തൃശ്ശൂരിലെ യുവജനോത്സവം. കാരണം ഇത് സാംസ്കാരിക കേരളത്തിന്റെ തലസ്ഥാനമാണെന്ന് വെറുതെ പറയുന്നതല്ല, ജനങ്ങളുടെ ഹൃദയത്തിലേറ്റും ഇതുപോലെ ഒരു ഉത്സവം. ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഉത്സവമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന വിവിധ വേദികളിൽ ഈ പരിപാടികൾ നടത്തുമ്പോൾ, യുവജനോത്സവം എന്ന് കേൾക്കുമ്പോൾ എനിക്കെല്ലാം ഗ്രഹാതിരത്വം നിറഞ്ഞ സ്മരണകളാണ് മനസ്സിലേക്ക് ഇരമ്പി വരുന്നത്. ഇത്തരം ഒരു വേദി കൂടുതൽ സംസാരിക്കുന്നത് അനൗചിത്യമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നത് കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ 5 ദിവസക്കാലം നീണ്ടുനിന്ന 64ാമത് കേരള സ്കൂൾ കലോത്സവം 2026 സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വേദിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, അടുത്ത അധ്യയന വർഷം മുതൽ കലോത്സവ നടത്തിപ്പിൽ കാതലായ ചില മാറ്റങ്ങൾ വരുത്തുവാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ തന്നെ സ്കൂൾ, സബ് ജില്ലാ, ജില്ലാ, സംസ്ഥാനതല കലോത്സവങ്ങളുടെ കൃത്യമായ ഷെഡ്യൂൾ പ്രഖ്യാപിക്കും. ഇത് കുട്ടികൾക്ക് പരിശീലനത്തിന് കൂടുതൽ സമയം നൽകും. സ്കൂൾ തലത്തിലുള്ള മത്സരങ്ങളിൽ പലപ്പോഴും പരാതികൾ ഉയരാറുണ്ട്. അത് ഒഴിവാക്കാൻ സ്കൂൾ മത്സരങ്ങളിൽ പുറത്തുള്ള നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരെ നിരീക്ഷകരായി നിയമിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കും. കലോത്സവ വിജയികൾക്കുള്ള ഗ്രേസ് മാർക്ക് സമ്പ്രദായം കൂടുതൽ ശാസ്ത്രീയമായും നീതിയുക്തമാക്കുവാൻ വിദഗ്ധരുമായി ആലോചിച്ച മാറ്റങ്ങൾ വരുത്തും. മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, ബഹുമാനപ്പെട്ട മന്ത്രിമാർ, മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരം ശ്രീ പത്മശ്രീ മോഹൻലാൽ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ സദസ്സ് ആകാംക്ഷയോട് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ലാലേട്ടന്റെ പ്രസംഗമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ദീർഘനേരമൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ പത്മഭൂഷൺ ശ്രീ മോഹൻലാൽ അവർകളെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. തൃശ്ശൂരിലെ ഏറ്റവും പുണ്യവും പരിപാവനമായ ഒരു സ്ഥലത്ത് നിന്നാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമായ ഈ യുവജനോത്സവത്തിൻ്റെ കുട്ടികളോടും മറ്റുള്ളവരോടും ഞാൻ സംസാരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു, ഒരു പുണ്യമായിട്ട് കരുതുന്നു. അതിന് ഇടവരുത്തി തന്ന വടക്കം നാഥനെ ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ഞാൻ ഇതിനോട് സംസാരിക്കാൻ ആവശ്യമാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർ,
ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി സാർ, മറ്റ് മന്ത്രിമാർ, വേദിയിലും സദസ്സിലിരിക്കുന്ന വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അധ്യാപക അനധ്യാപക അംഗങ്ങളെ, രക്ഷകർത്താക്കളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരികളെ, വളരെ സന്തോഷത്തോടെയാണ് ഈ കലയുടെ ഈ വാർഷിക മാമാക വേളയിൽ ഞാൻ നിൽക്കുന്നു, നിങ്ങളോട് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ എന്ത് വേഷം ഇട്ടുകൊണ്ടാണ് വരുന്നത് ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. അപ്പൊ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഖദർ ധരിച്ചു, പിന്നെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് വീശി. എല്ലാവരും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല. അപ്പം എന്തായാലും ഇത് ഏറ്റവും നല്ലൊരു വേഷമാണ്. ഞാൻ കൈത്തറിക്ക് വേണ്ടിയിട്ട് ബ്രാൻഡ് അംബാസിഡർ അല്ല, ഗുരുവിൽ അംബാസിഡർ ആയിട്ടൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട വേഷമാണ്. അപ്പം എൻ്റെ അടുത്ത് മന്ത്രി പറഞ്ഞു ഇങ്ങനെ തന്നെ വരണം. നന്ദി സാർ. ഞങ്ങളുടെ ഏറ്റവും വലിയ ഇപ്പം സ്പീക്കർ പറഞ്ഞ പോലെ അദ്ദേഹത്തെ വളരെ അടുത്ത ആൾക്കാരാണ് എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്തും എൻ്റെ നിയോജക മണ്ഡലത്തിലെ നിയമസഭ സാമാജികനും മന്ത്രിയുമായ ശിവൻകുട്ടി സാറ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ തുടക്കത്തിനോ സമാപനത്തിനോ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വരും. കാര്യം ഇത് പല പ്രാവശ്യം മുമ്പൊക്കെ ക്ഷണിച്ച സമയത്തൊന്നും എനിക്ക് വരാൻ സാധിച്ചില്ല, പല തിരക്കുകളിലാണ്. എന്തായാലും ഇന്ന് ഇത്രയും വലിയ ഒരു ചടങ്ങിൽ വന്നില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമായി പോയതെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും എന്ത് അസൗകര്യം ഉണ്ടായാലും ഇത് ഭാഗ്യങ്ങൾ ഒത്തു വന്നുകൊണ്ട് എനിക്കിതിൽ പങ്കെടുക്കാനായി. അതിലെനിക്ക് നിങ്ങളെക്കാളൊക്കെ വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ കാരണം ഇവ പ്രതിഭകൾ മാറ്റിവെക്കുന്ന കലയുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നാണല്ലോ നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം. കലാകാരൻ എന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ വേദിയോട് അത്രമേൽ ആദരവാണ് ഉള്ളത്. മുമ്പ് യുവജനോത്സവത്തിന് കലോത്സവത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. കലാതിലകങ്ങൾക്കും കലാപ്രതിഭകൾക്കും എന്നൊക്കെ സിനിമാ താരങ്ങളിൽ എത്ര താരപ്രഭയുണ്ടായിരുന്നു. ടിവിയിലെ നൃത്ത സംഗീത മത്സരങ്ങളും ഇന്റർനെറ്റും സാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിനും മുമ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അന്ന് സ്കൂൾ തലത്തിൽ തുടങ്ങി സബ് ജില്ല, പിന്നെ സംസ്ഥാന തലങ്ങളിൽ നടക്കുന്ന യുവജനോത്സവങ്ങളിലും സർവകലാശാല യുവജനോത്സവങ്ങളിലും ഒക്കെ മാത്രമായിരുന്നു ബാല കൗമാരികൾ തങ്ങളുടെ കലാശേഷി പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ അക്കാലത്ത് പഠിച്ചിരുന്ന തിരുവനന്തപുരത്തെ കേരള ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ, അവിടെയാണ് ഞാൻ പഠിച്ചിരുന്നത്. ഏറ്റവും അധികം പെൺകുട്ടികളുണ്ടായിരുന്ന തിരുവനന്തപുരത്ത് പരുത്തിക്കുന്ന എന്ന് വിളിക്കുന്ന ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, കോട്ടൺ ഹിൽ, അവരൊക്കെ ആയിരുന്നു പ്രതിഭകളെ പങ്കെടുപ്പിക്കുന്നതുകൊണ്ട് തന്നെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവങ്ങൾ എല്ലാ വർഷവും തലസ്ഥാന ജില്ലയുമായിട്ടായിരിക്കും മറ്റ് ജില്ലകൾ ഒന്നാം സ്ഥാനത്തിനായി മാറ്റിവെക്കേണ്ടി വരിക. തൃശ്ശൂരും കോഴിക്കോടും ഒക്കെ പലകുറി ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് പഴയ കാലഘട്ടമാണ്. എന്നാൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോട് 21 തവണ ഒന്നാം സ്ഥാനം നേടി വളരെ മുന്നിലാണ്. തിരുവനന്തപുരം 17, തൃശ്ശൂർ 6 തവണയും ഒക്കെയാണ്. മലയാള സിനിമയ്ക്കും നമ്മുടെ യുവജനോത്സവങ്ങൾ എത്രയോ പ്രതിഭകളെ സമ്മാനിച്ചിട്ടുണ്ട്. കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കലാപ്രതിഭയായ അകാലത്തിൽ പിഴിഞ്ഞ അമ്പിളി അരവിന്ദന്റെ പേരിലാണ് പിന്നീട് 1ാം സ്ഥാനം നേടുന്ന കോളേജിനുള്ള ട്രോഫി തന്നെ ഏർപ്പെടുത്തിയത് എന്നാണ് എൻ്റെ ഓർമ്മ. അവരുടെ മകൾ പൊന്നമ്പിളി സ്കൂൾ കലോത്സവങ്ങളിൽ പ്രതിഭയെ പിന്നെ ചില സിനിമകളിലൊക്കെ അഭിനയിക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് നമുക്കെല്ലാം പ്രിയപ്പെട്ട മഞ്ജു വാര്യർ, നവ്യ നായർ, യദുകൃഷ്ണൻ, ശരത ഒക്കെ തന്നെ കലോത്സവ വേദിയുടെ സംഭാവനകളാണ്. നമ്മുടെ ഗായിക KS ചിത്ര, ഗായകൻ G വേണുഗോപാലും ഒക്കെ കലോത്സവങ്ങളിലൂടെ വളർന്നു വന്ന താരങ്ങളാണ്. അന്നൊക്കെ കലാതിലകങ്ങളുടെ മുഖചിത്രങ്ങൾ ജനപ്രിയ പ്രസിദ്ധീകരണങ്ങളിൽ വന്നിരുന്നത് ഞാൻ ഓർക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളൊക്കെ ഇത്രമേൽ ജനപ്രീതി ആർജിച്ചിട്ടും എനിക്കറിയാം ഇന്നും പല സംവിധായകരും സംസ്ഥാന സ്കൂൾ സർവകലാശാല കലോത്സവ വേദികളിൽ പുതിയ പ്രതിഭകളെ തേടിയെത്തുന്നുണ്ട്. കലോത്സവങ്ങൾ കുട്ടികൾക്ക് നൽകുന്നത് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള കേവല അവസരങ്ങൾ മാത്രമല്ല എന്ന് ഓർക്കണം. അത് അവർക്ക് കൂട്ടായ്മയുടെ സാമൂഹ്യ പാഠം സമ്മാനിക്കുന്നുണ്ട്. വ്യക്തി എന്ന നിലയ്ക്ക് ആത്മവിശ്വാസം
ഊട്ടി ഉറപ്പിക്കുന്നുണ്ട്. പങ്കുവെക്കേണ്ട രസം ശീലിപ്പിക്കുന്നു. തോൽവി എന്നത് വിജയത്തിലേക്കുള്ള പടവാണ് എന്ന തിരിച്ച അറിവുണ്ടാക്കുന്നുണ്ട്. മത്സരിക്കുന്നതാണ് പ്രധാനം. നമ്മുടെ ജയപരാജയങ്ങൾ സത്യത്തിൽ അപ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അതുപോലെ ഒരു പക്ഷേ നമ്മുടെ ഈ കലോത്സവത്തിലെ അവതരണങ്ങളുടെ കാര്യവും അതുപോലെയാണ്. പലപ്പോഴും പലർക്കും റിഹേഴ്സലിനോടൊപ്പം പോലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായെന്നുമില്ല. പല കാരണങ്ങളുമുണ്ട്. അതിൽ അങ്ങനെ സമ്മാനങ്ങളൊക്കെ നഷ്ടപ്പെടാൻ സാധിച്ചു എന്ന് വരാം. അതിനാൽ സമ്മാനങ്ങൾ നേടാൻ സാധിക്കാതെ വരുന്ന ആൾക്കാരുമുണ്ട്. അതുകൊണ്ട് അവരാരും മോശം കലാകാരന്മാരാകുന്നില്ല. ഈ ബോധ്യം കൂടിയാണ് കലോത്സവ മത്സരവേദികളിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഊട്ടിയുറപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഉറപ്പിക്കേണ്ടത് എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു. പാഠപുസ്തകങ്ങൾക്ക് പുറത്ത് ഇത്രയേറെ ജീവിത അനുഭവങ്ങൾ സമ്മാനിക്കുന്ന, സാംസ്കാരികമായി അവരെ പരുവപ്പെടുത്തുന്ന കലോത്സവങ്ങളുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രസക്തി തിരിച്ചറിഞ്ഞ് അതിനായി ഇത്രയേറെ പണവും മനുഷ്യ വിഭവം മാറ്റിവെക്കുന്ന സംസ്ഥാന സർക്കാരിനോട്, വിദ്യാഭ്യാസ വകുപ്പിനോട് കലാകാരനെന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ ഉള്ളിൽ നിറഞ്ഞ നന്ദി നേരുന്നു. ഈ കലോത്സവത്തിൽ വിജയികളായവരും വിജയിക്കാത്തവരും പങ്കെടുത്തവരും പങ്കെടുക്കാനാവാത്ത പോയവരുമായ എല്ലാ കുട്ടികളോടും എനിക്ക് പറയാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങളിലെ കലാകാരനെ അല്ലെങ്കിൽ കലാകാരിയെ ഈ വേദിയിലേക്ക് മാത്രമായി ചുരുക്കരുത്. നിങ്ങളുടെ മുന്നിലുള്ള സാധ്യതകളുടെ ആകാശം അനന്തമാണ്. നിങ്ങളുടെ കലാകാരനെ മിനുക്കിയെടുക്കുക, പരമാവധി അവസരങ്ങൾ വിനിയോഗിക്കുക. നിങ്ങളുടെ കലയോടുള്ള ആത്മാർത്ഥമാണെങ്കിൽ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഞാനിത് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ്. ഇതിവിടെ സമാപിക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സമ്മാനാർഹരായ എല്ലാ പ്രതിഭകളെയും കലാതലവും പോയിന്റ് നിലയിൽ മുന്നിലെത്തിയ സ്കൂളുകളും എല്ലാവരും അകന്നാണ് ഞാൻ ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട കേരള സർക്കാരിനും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിനും ഇതിന്റെ നേതൃത്വം കൊടുത്ത വിദ്യാഭ്യാസ മന്ത്രിക്കും ഈ മഹാമേള വിജയമാക്കി തീർക്കാൻ അക്ഷീണം പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരെ, അധ്യാപകരെയും അനധ്യാപകരെയും സ്റ്റുഡന്റ് കേഡറ്റുകളെയും സ്റ്റുഡന്റ് പോലീസിനെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അതിന് ഉപരി ഇന്നിവിടെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ കണ്ണൂർ ജില്ലയ്ക്ക് ഞാൻ പ്രത്യേക അഭിനന്ദനം നൽകുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സ്കൂളുകൾ ഇപ്പം 1ാം സ്ഥാനത്ത് നിൽക്കുന്ന പാലക്കാട് ജില്ലയിലെ ആലത്തൂർ നിന്നുള്ള BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ്. ജാതിമത വിവേചനങ്ങൾക്കെതിരെ ശക്തമായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ ആണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കഴിഞ്ഞ 12 വർഷമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും മികച്ച സ്കൂളായി തുടരുകയാണ്. ഇവർ തുടർച്ചയായ 13ാം തവണയും കലോത്സവത്തിൽ ഗുരുകുല സ്കൂളിലെ കുട്ടി കലാകാരന്മാരെയും കലാകാരികളെയും ഭാഗമായി ഞാൻ അഭിനന്ദിക്കുന്നു. ഒരു പ്രത്യേക കാര്യം എടുത്തു പറയാനുള്ള, കഴിഞ്ഞ വർഷം കേരളത്തിനെ ആകെ വേദനിപ്പിച്ച വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സമയത്ത് 50 ദിവസം കൊണ്ട് 50 ലക്ഷം രൂപ സമാഹരിച്ച ഗുരുകുലം സ്കൂളിൽ നിന്നും അവിടുത്തെ ജീവകാരുണ്യ സംഘടനയ്ക്ക് എല്ലാവിധ നന്മകളും നേരുന്നു. ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അവസാനമായി ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇതൊരു മത്സരമല്ല, ഇതൊരു ഉത്സവമാണ്. അല്ല, എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേരുന്നു. ഒരിക്കൽ കൂടി വടക്കും മാതൃകളുടെ പ്രാർത്ഥന നേരുന്നു. നിർത്തുന്നു. നമസ്കാരം. ജയ്. വേദിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെ ആദരവോടെ ക്ഷണിക്കുന്നു. പൂരനഗരിയെ ആവേശം കൊള്ളിച്ചുകൊണ്ട് 25 വേദികളിലായി അരങ്ങേറിയ കലാപൂരം കൊടിയിറങ്ങുന്ന ഈ സന്ദർഭത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അതിന് സാക്ഷ്യം വഹിക്കുന്നതിന് എത്തിച്ചേർന്ന ലക്ഷക്കണക്കായ മനുഷ്യർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും അനുപമ നിമിഷങ്ങൾ ആർജിക്കാൻ കഴിഞ്ഞ ഈ കലോത്സവ വേദിയിൽ നിന്ന് നാളത്തെ കലാ നഭസിലെ
തിളക്കമാർന്ന നക്ഷത്രങ്ങളാകാൻ തയ്യാറെടുക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹൃദയംഗമമായ അഭിനന്ദനങ്ങളും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് കലാകിരീടം നേടിയ കണ്ണൂർ ടീമിനെയും തൊട്ടു പിന്നാലെ എത്തിയിട്ടുള്ള തൃശൂർ ടീമിനെയും എല്ലാം ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രനെ ആദരവോടെ ക്ഷണിക്കുന്നു. കലയുടെ സുഗന്ധം, അതിൻ്റെ നാദ ലയങ്ങൾ 7 ദിവസം അരങ്ങു തകർത്ത ഒരു നാടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. വേദിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിനെ ആദരവോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. 64ാമത് കേരള സ്റ്റേറ്റ് കലോത്സവം വടക്കുനാഥന്റെ മണ്ണിൽ ഇന്ന് കൊടിയിറങ്ങിയിരിക്കുകയാണ്. തീർച്ചയായും സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിന് ഇന്ന് ഏറെ അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണുള്ളത്, ഏറെ സന്തോഷിക്കാവുന്ന നിമിഷങ്ങളാണുള്ളത്. മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടന്റെ സിനിമ പോലെ, ജനുവരി ഒരു ഓർമ്മ എന്ന സിനിമ പോലെ നമ്മുടെ പ്രായത്തിലുള്ള എല്ലാവരും ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നമ്മുടെ നൊസ്റ്റാൾജിക് മെമ്മറീസിലായിരുന്നു. പഴയ കാലങ്ങളിലേക്ക് നമ്മൾ എല്ലാവരും തിരിച്ചുപോയി. ഈ ഏഷ്യയിലെ ഈ ഏറ്റവും വലിയ മാമാങ്കത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത കുട്ടികൾ, ഒരുപക്ഷെ ഇവിടെ നിന്നുകൊണ്ട് മത്സരം കാണാൻ സാധിക്കാതെ കണ്ട് വോളണ്ടറി സർവീസ് നടത്തിയ, വോളണ്ടറി സേവനം നടത്തിയ എല്ലാ കൊച്ചു കൂട്ടുകാരെയും, പ്രത്യേകിച്ച് ഊട്ടുശാലയിൽ ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തന്ന എല്ലാ കൊച്ചു കൂട്ടുകാരെയും ഏറ്റവും സ്നേഹത്തോടെ നന്ദിയോടെ സ്മരിക്കുകയാണ്. അവർക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 5 ദിവസങ്ങളായി തൃശൂർ കോർപ്പറേഷനിലെ ജീവനക്കാർ രാവും പകലും ഇല്ലാതെ ഉത്തരവാദിത്തോടെ സ്നേഹത്തോടെ അധ്വാനം ചെയ്ത എന്റെ ടീം കോർപ്പറേഷൻ അംഗങ്ങളെ, പ്രത്യേകിച്ച് ജീവനക്കാരെ, അതിലും ശുചിത്വ മേഖലയിലുള്ള തൊഴിലാളികളെ, ഉദ്യോഗസ്ഥരെ, ഡെപ്യൂട്ടി മേയറെ, അതുപോലെ തന്നെ കോർപ്പറേഷനിലെ കൗൺസിലേഴ്സ് എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ ഒരു കലാ മാമാങ്കം ഇത്ര മനോഹരമായി സംഘടിപ്പിച്ച് വിജയിപ്പിച്ച പൊതുവിദ്യാഭ്യാസ മന്ത്രി P. ശിവൻകുട്ടി സാറിനെയും അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങളെയും അതിനോട് സഹകരിച്ച എല്ലാവരെയും, അധ്യാപകരെയും, അധ്യാപക സംഘടനകളെയും, രക്ഷിതാക്കളെയും, കൊച്ചുകുട്ടികളെയും അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ ചാമ്പ്യൻഷിപ്പുകൾ പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടറും കലോത്സവ ജനറൽ കൺവീനറുമായ ശ്രീ RS ഷിബുവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. 5 വിഭാഗങ്ങളിലായിട്ടാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത്. ആദ്യം സംസ്കൃതോത്സവത്തിന്റെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്കൂൾ. മികച്ച 3ാമത്തെ സ്കൂൾ ആയിട്ട് 5 സ്കൂളുകൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടൺ ഹിൽ തിരുവനന്തപുരം, ദുർഗ HSS കാഞ്ഞങ്ങാട് കാസർഗോഡ്, അസംഷൻ HS ബത്തേരി വയനാട്, വിദ്യാധിരാജ വിദ്യാഭവൻ EMHS ആലുവ എറണാകുളം, BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ ആലത്തൂർ പാലക്കാട്. 30 പോയിന്റാണ് ഈ 5 സ്കൂളുകൾക്ക് കിട്ടിയിരിക്കുന്നത്. സംസ്കൃതോത്സവം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് മികച്ച 3ാമത്തെ സ്കൂളുകൾക്കുള്ള ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ AM ഷംസീർ അവരെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നു. മികച്ച 3ാമത്തെ സ്കൂൾ സംസ്കൃതോത്സവം ദുർഗ HSS കാഞ്ഞങ്ങാട്, ഗവൺമെന്റ് ഗേൾസ് HSS കോട്ടൺ ഹിൽ, PSS ഗുരുകുലം HSS ആലത്തൂർ, വിദ്യാധിരാജ വിദ്യാഭവൻ EMHS ആലുവ, അസംഷൻ HS ബത്തേരി വയനാട്. മികച്ച 2ാമത്തെ സ്കൂൾ
DVVHSS കുമരനെല്ലൂർ കോട്ടയം 33 പോയിന്റ്. സംസ്കൃതോത്സവം മികച്ച രണ്ടാമത്തെ സ്കൂൾ DVVHSS കുമരനെല്ലൂർ ട്രോഫി വിതരണം ചെയ്തതിനു വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ AM ഷംസീറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ട്രോഫി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് DVVHSS കുമരനെല്ലൂർ സ്കൂളിലെ കുട്ടികളെയും അധ്യാപകരെയും ക്ഷണിക്കുന്നു. ഒന്നാം സ്ഥാനം MMHS നരിയമ്പാറ ഇടുക്കി 48 പോയിന്റ്. മികച്ച ഒന്നാം സ്ഥാനം AMHSS നരിയാപുരം ഇടുക്കി ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാന്യനായ കേരള നിയമസഭാ സ്പീക്കർ ശ്രീ AM ഷംസീറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. MMHS നരിയമ്പാറ ഇടുക്കി. ഒന്നാം സ്ഥാനം സംസ്കൃതോത്സവം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ജില്ല. മികച്ച മൂന്നാമത്തെ ജില്ലയായി 2 ജില്ലകളുണ്ട്. ആലപ്പുഴ 91 പോയിന്റായി ആലപ്പുഴയും കോട്ടയവും. സംസ്കൃതോത്സവം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് മികച്ച മൂന്നാമത്തെ ജില്ല ആലപ്പുഴയും കോട്ടയവും പങ്കിട്ടെടുത്തിരിക്കുകയാണ്. ട്രോഫി വിതരണം ചെയ്തതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി ശശീന്ദ്രൻ അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ശരി. മികച്ച രണ്ടാമത്തെ ജില്ല 3 ജില്ലകളാണ് രണ്ടാം സ്ഥാനത്തിന് അർഹരായിരിക്കുന്നത്. 93 പോയിന്റുമായി തിരുവനന്തപുരം, തൃശൂർ, കാസർഗോഡ്. മികച്ച രണ്ടാമത്തെ ജില്ല കാസർഗോഡ്, തിരുവനന്തപുരം, തൃശൂർ 3 ജില്ലകളും ഒരുമിച്ച് കയറേണ്ടതാണ്. ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനിയായ വനം വന്യജീവി വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. 1 കൂടുതൽ ജില്ലകൾക്ക് ട്രോഫികൾ പങ്കിടുന്നുണ്ടെങ്കിൽ അവർ ഒന്നിച്ച് കയറണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. 7 ജില്ലകൾക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. 95 പോയിന്റുമായി കോഴിക്കോട്, മലപ്പുറം, പത്തനംതിട്ട, കൊല്ലം, കണ്ണൂർ, പാലക്കാട്, എറണാകുളം. സംസ്കൃതോത്സവം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഒന്നാം സ്ഥാനം മികച്ച ജില്ല 7 ജില്ലകൾ പങ്കെടുക്കുന്നു. ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാന്യനായ മന്ത്രി ശശീന്ദ്രൻ അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ജില്ലകളിലെ 7 ജില്ലകളിലെയും പ്രതിനിധികൾ എല്ലാവരും പറഞ്ഞ പ്രതിനിധികൾ ഒന്നിച്ച് കയറണമെന്ന് അപേക്ഷിക്കുന്നു. അറബിക് കലോത്സവം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്കൂൾ. 3ാം സ്ഥാനം PSVPMHSS ഐരവൺ, കോന്നി, പത്തനംതിട്ട 49 പോയിന്റ്. അറബിക് കലോത്സവം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് മികച്ച 3ാമത്തെ സ്കൂൾ PSVPMHSS റവോൺ, കോന്നി, പത്തനംതിട്ട. മികച്ച 2ാമത്തെ സ്കൂൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കല്ലാർ, ഇടുക്കി 50 പോയിന്റ്. അറബിക് കലോത്സവം മികച്ച 2ാമത്തെ സ്കൂൾ ഗവൺമെന്റ് HSS കല്ലാർ, ഇടുക്കി ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒന്നാം സ്ഥാനം മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈരാറ്റുപേട്ട, കോട്ടയം 56 പോയിന്റ്.
മികച്ച സ്കൂൾ ഒന്നാം സ്ഥാനം അറബിക് കലോത്സവം മുസ്ലിം ഗേൾസ് HSS ഈരാറ്റുപേട്ട കോട്ടയം. ട്രോഫി വിതരണം ചെയ്തതിനായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ട്രോഫി ഏറ്റുവാങ്ങുന്നതിന് മുസ്ലിം ഗേൾസ് HSS ഈരാറ്റുപേട്ടയിലെ കുട്ടികളെയും അധ്യാപകരെയും ക്ഷണിക്കുന്നു. അറബി കലോത്സവം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ജില്ല മൂന്നാം സ്ഥാനം 2 ജില്ലകൾക്കാണ്. 91 പോയിന്റുമായി കോട്ടയം, ആലപ്പുഴ. മികച്ച മൂന്നാമത്തെ ജില്ല അറബിക് കലോത്സവം 2 ജില്ലകളുണ്ട്. 2 ജില്ലയിലെ സ്കൂളുകളും ഒന്നിച്ചു കയറേണ്ടതാണ്. കോട്ടയം, ആലപ്പുഴ. ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് AK സതീശനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. VD സതീശനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മികച്ച രണ്ടാമത്തെ ജില്ല 93 പോയിന്റുമായി മലപ്പുറം. മികച്ച രണ്ടാമത്തെ ജില്ല മലപ്പുറം. ട്രോഫി വിതരണം ചെയ്യുവാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. 7 ജില്ലകൾക്കാണ് ഒന്നാം സ്ഥാനം. 95 പോയിന്റുമായി കോഴിക്കോട്, തിരുവനന്തപുരം, വയനാട്, കണ്ണൂർ, കൊല്ലം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കാസർഗോഡ്. മികച്ച ജില്ല 9 ജില്ലകൾ പങ്കെടുക്കുന്നു. ഈ 9 ജില്ലകളിലെയും പ്രതിനിധികൾ ഒന്നിച്ചു കയറി ട്രോഫി ഏറ്റുവാങ്ങണമെന്ന് അറിയിക്കുന്നു. ട്രോഫി വിതരണം ചെയ്യുവാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തത് HS ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്കൂൾ. മികച്ച മൂന്നാമത്തെ സ്കൂൾ 78 പോയിന്റുമായി SVG HSS കിടങ്ങന്നൂർ, പത്തനംതിട്ട. കേരള സ്കൂൾ കലോത്സവം HS ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്കൂൾ. മികച്ച മൂന്നാമത്തെ സ്കൂൾ SVG VHSS കിടങ്ങന്നൂർ, പത്തനംതിട്ട. ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉന്നത വിദ്യാഭ്യാസവും സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മികച്ച രണ്ടാമത്തെ സ്കൂൾ MGM HSS മാനന്തവാടി, വയനാട്, 106 പോയിന്റ്. HS ജനറൽ മികച്ച രണ്ടാമത്തെ സ്കൂൾ MGM HSS മാനന്തവാടി, വയനാട്. ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉന്നത വിദ്യാഭ്യാസവും സാമൂഹ്യനീതി വകുപ്പും മന്ത്രി ഡോക്ടർ R ബിന്ദുവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒന്നാം സ്ഥാനം BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ, ആലത്തൂർ, പാലക്കാട്, 128 പോയിന്റ്. HS ജനറൽ മികച്ച സ്കൂൾ BSS ഗുരുകുലം HSS ആലത്തൂർ, പാലക്കാട്. ട്രോഫി വിതരണം ചെയ്യുന്നതിനായിട്ട് ഉന്നത വിദ്യാഭ്യാസവും സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. HSS ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ജില്ല. മികച്ച മൂന്നാമത്തെ ജില്ല 479 പോയിന്റുമായി കോഴിക്കോട്. കേരള സ്കൂൾ കലോത്സവം HS ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ജില്ല. മികച്ച മൂന്നാമത്തെ ജില്ലയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കോഴിക്കോടാണ്. ട്രോഫി വിതരണം ചെയ്തതിനു വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ബിന്ദു മന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കോഴിക്കോട് ജില്ല.
മികച്ച രണ്ടാമത്തെ ജില്ല 489 പോയിന്റുമായി തൃശൂർ. HS ജനറൽ മികച്ച രണ്ടാമത്തെ ജില്ല തൃശൂർ. ട്രോഫി വിതരണം ചെയ്തതിനു വേണ്ടിയിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ട്രോഫി സ്വീകരിക്കുവാൻ തൃശൂർ ജില്ലാ ടീമിനെയും അധ്യാപകരെയും ക്ഷണിക്കുന്നു. ഒന്നാം സ്ഥാനം 494 പോയിന്റുമായി കണ്ണൂർ. HS ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ജില്ലയിൽ മികച്ച ജില്ലയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയിൽ ട്രോഫി ഏറ്റുവാങ്ങുവാൻ വേണ്ടി ക്ഷണിക്കുന്നു. ട്രോഫി വിതരണം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെ ക്ഷണിക്കുന്നു. അടുത്തത് ഹയർ സെക്കൻഡറി വിഭാഗം ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്കൂൾ. മികച്ച മൂന്നാമത്തെ സ്കൂൾ 79 പോയിന്റുമായി SVG VHS കിടങ്ങന്നൂർ പത്തനംതിട്ട. സ്കൂൾ കലോത്സവം HSS ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്കൂൾ മികച്ച മൂന്നാമത്തെ സ്കൂളായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് SVG VHSS കിടങ്ങൂർ പത്തനംതിട്ട ജില്ല. ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനിയായ തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മികച്ച രണ്ടാമത്തെ സ്കൂൾ NS ബോയ്സ് HSS മാന്നാർ ആലപ്പുഴ. കേരള സ്കൂൾ കലോത്സവം HSS ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് മികച്ച രണ്ടാമത്തെ സ്കൂൾ NS ബോയ്സ് HSS മാന്നാർ ആലപ്പുഴ. ട്രോഫി വിതരണം ചെയ്തതിനു വേണ്ടിയിട്ട് ബഹുമാനിയായ ഹയർ സെക്കൻഡറി വിഭാഗം ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ജില്ല. മികച്ച മൂന്നാമത്തെ ജില്ല 534 പോയിന്റുമായി തൃശൂരും കണ്ണൂരും. തൃശൂർ തൃശൂരും കണ്ണൂരും. HSS ജില്ല. മികച്ച രണ്ടാമത്തെ ജില്ല 538 പോയിന്റുമായി കോഴിക്കോട്. HSS ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് മികച്ച രണ്ടാമത്തെ ജില്ല കോഴിക്കോട്. ട്രോഫി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് കോഴിക്കോട് ജില്ലയെ ക്ഷണിക്കുന്നു. ട്രോഫികൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട തൃശൂർ മേയറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. HSS വിഭാഗം ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഒന്നാം സ്ഥാനം കിട്ടിയ ജില്ല 539 പോയിന്റുമായി പാലക്കാട്. HSS ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് മികച്ച ജില്ല ഒന്നാം സ്ഥാനവും നേടിയിരിക്കുന്നത് പാലക്കാട് ജില്ല. ട്രോഫി വിതരണം ചെയ്തതിനു വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്കൂൾ മികച്ച മൂന്നാമത്തെ സ്കൂൾ 136 പോയിന്റുമായി NGM HSS മാനന്തവാടി വയനാട്. ഓവറോൾ സ്കൂൾ മൂന്നാം സ്ഥാനം MGM HSS മാനന്തവാടി. ട്രോഫി വിതരണം ചെയ്തതിന് വേണ്ടിയിട്ട് സ്വാഗത സംഘം ചെയർമാനും ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയുമായ അഡ്വക്കേറ്റ് കെ രാജനെ ആദരവ് ക്ഷണിക്കുന്നു. അറബിക് കലോത്സവം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് മികച്ച സ്കൂൾ ഒന്നാം സ്ഥാനം മുസ്ലിം ഗേൾസ് HSS ഈരാറ്റുപേട്ട കോട്ടയം. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഒന്നാം സ്ഥാനം 238 പോയിന്റുമായി BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ ആലത്തൂർ പാലക്കാട്. HSS മികച്ച സ്കൂൾ PSS ഗുരുകുലം HSS ആലത്തൂർ. ട്രോഫി വിതരണം ചെയ്ത് വേണ്ടിയിട്ട് സ്വാഗത സംഘം ചെയർമാനും ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതി കൂടിയായ പത്മഭൂഷൺ ശ്രീ മോഹൻലാലിന് നൽകുന്നതിന് വേണ്ടിയിട്ട് പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് ശ്രീ മോഹൻലാലിനെയും ഞങ്ങൾ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മികച്ച ഓവറോൾ മോഹൻലാൽ മാതാവിന്റെയും ശില്പം നിർമ്മിച്ച ബഹുമാന ശില്പി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ശില്പം മോഹൻലാൽ സമ്മാനിക്കുന്നു. ശ്രീ നാരായണൻ അവരുടെ ആദരവ് ക്ഷണിക്കുന്നു. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് മികച്ച രണ്ടാമത്തെ സ്കൂൾ SVG HSS കിടങ്ങന്നൂർ പത്തനംതിട്ട 157 പോയിന്റ്. മികച്ച രണ്ടാമത്തെ സ്ഥാനം നേടിയ സ്കൂൾ SVGV HSS കിടങ്ങന്നൂർ. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് മികച്ച മൂന്നാമത്തെ ജില്ല 1017 പോയിന്റുമായി കോഴിക്കോട്. മൂന്നാമത്തെ സ്ഥാനം നേടിയ ജില്ല കോഴിക്കോട്. ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെയും പ്രശസ്ത സിനിമാ താരം ശ്രീ മോഹൻലാലിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മികച്ച രണ്ടാമത്തെ ജില്ല 1023 പോയിന്റുമായി തൃശൂർ.
ഓവറോൾ 2ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് തൃശൂർ ജില്ലയാണ്. ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെയും പ്രശസ്ത സിനിമാ താരം ശ്രീ മോഹൻലാലിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ട്രോഫി യദുകൃഷ്ണൻ മെമ്മോറിയൽ ഓവറോൾ ട്രോഫിയാണ്. മികച്ച രണ്ടാമത്തെ ജില്ലയ്ക്കുള്ള സമ്മാനം യദുകൃഷ്ണൻ മെമ്മോറിയൽ ട്രോഫി. തൃശൂർ ജില്ല 1023 പോയിന്റുമായി. ഈ സദസ്സിൽ ഇരിക്കുന്നവരെല്ലാവരും ഇരിക്കേണ്ടതാണ്. അതിനുശേഷം മാത്രമേ സ്വർണ്ണക്കപ്പ് വിതരണം ചെയ്യാൻ കഴിയുള്ളൂ. എല്ലാവരും ഇതിനകത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രോഫി വിതരണം ചെയ്യാൻ സുഗമമായി നടത്തുവാൻ കഴിയില്ല. എല്ലാവരും നമ്മളോട് സഹകരിക്കേണ്ടതാണ്. അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ട്രോഫി ഏറ്റുവാങ്ങാൻ വരുന്ന അനുവദിക്കപ്പെട്ടിട്ടുള്ള കുട്ടികൾ മാത്രം ഈ വേദിയിലേക്ക് കടക്കണമെന്ന് അറിയിക്കുകയാണ്. ഈ വർഷത്തെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയാണ്. 117 പവൻ തൂക്കമുള്ള സ്വർണ്ണക്കപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെയും പ്രശസ്ത സിനിമാ താരം ശ്രീ മോഹൻലാലിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ട്രോഫി വാങ്ങാൻ വരുന്നവർ സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ്. എല്ലാവരോടും ഇടിച്ചു കയറരുത്. ആ മുൻഭാഗത്ത് നിൽക്കുന്നവർ അവിടെ ഇരിക്കുക. അപ്പൊ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരമാവധി കുട്ടികൾക്ക് ഫോട്ടോ എടുക്കുവാൻ കഴിയും. മുൻഭാഗത്ത് നിൽക്കുന്നവർ നിങ്ങൾ ദയവായി അവിടെ ഇരിക്കുക. എല്ലാവരും എക്സിറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സ്കൂളുകൾക്കും ജില്ലകൾക്കുമുള്ള അവാർഡുകളിലൂടെ അവസാനിച്ചിരിക്കുകയാണ്. ട്രോഫി വാങ്ങിയാൽ പുറത്തേക്ക് പോകേണ്ടതാണ്. പ്രത്യേക ടൂറിൽ പരാമർശത്തിന് 2 പേർ അർഹരായിട്ടുണ്ട്. ആകാശവാണി മലയാള മനോരമ, PB ബിച്ചു, മെട്രോ വാർത്ത. 2 പേരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
നമസ്കാരം. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് ഇന്ന് പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ്. നയം ചാനലിനൊപ്പം ഇതൊരു ആഘോഷമാക്കിയ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.